ഈശ്വരന്മാരെ, എന്റെ മാനം കാത്തോളണേ. അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല. ഇങ്ങനെ സാരി ഉടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങ് എന്താ വരുന്നു. ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. എവിടെ പോയി? എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. മോളെ, മോളിപ്പ കനുള്ള എന്തെങ്കിലും സാധനം എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? അല്ല, കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കെട്ടി, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അത് ഉറപ്പാ. കൃഷ്ണ, കൃഷ്ണ, നീ ഇവിടെ ഒളിച്ചിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? എടാ, കയ്യിന്ന് പോയടാ. എന്ത്? എടാ, കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ, മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ, ശാലുവിന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ, അതും തുണിക്കട സഹിതം, ബാംബേന്ന്. എടാ, ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരം താഴ്ന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ. എങ്കിൽ അവൾ അയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും. പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ അപ്പൊ കല്യാണ പന്തലിന് വരെ ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം. കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പൻ അവളെ കെട്ടിക്കോട്ടെ. എടാ, കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. എടാ, കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ, പാലിൽ ഉറക്കക്കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കൊടുപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പമായില്ലേ? അല്ല, കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്നു? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ? ഫീസ് ഊരിയ പോരെ? പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്തെ വാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം. അങ്ങോട്ട് ചെന്ന മുല്ലക്കലമ്പലത്തിലെ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാൻമാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിനെ ഒരു 11-11:30 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവളിങ്ങോട്ട് വരികയാണോ? ശരി. എന്നെ നീ ഇഞ്ച പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇടാ, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞുള്ളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചോ? എന്താ സാറേ, എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ ഇതിലേ കൊടുക്കും. പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങി തരൂട്ടാ. 6 മാസം മുമ്പ് 2 PC-മാരെ വെട്ടിയ കേസില്ലേ? എന്താ ഗുണ്ടയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ. അവനിപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കാണ്. അന്നാ PC-മാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഇവളൊരു മലേഷ്യക്കാരൻ.
ഹലോ ഹലോ മേക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാജ് എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? പന്ത്രണ്ട് മണി. അടിച്ച് ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയമെടുത്തു? വെറും 2 മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ. വളരെ അടുപ്പമുള്ള ആളാ. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് പെറുക്കിക്കൊണ്ട് പോണെന്ന് അറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പെന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. എന്താ ഇത് ഭഗവാനെ? ഏത് കണ്ണ് ചോരയില്ലാത്തവന് ഈ കൊടിഞ്ചേരി ചെയ്തത്? ഇതിലേതാ ജയരാമൻ? അത് സാർ, ഇതാണ് ജയരാമൻ, അത് ഉൽപ്പല. അതേന്ന് പറയ. മതി 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 മതി, താടിയെല്ലാം പൊട്ടിയിരിക്കുക, അതുകൊണ്ട് വായും കൂടെ ചേർത്ത് ബാൻഡേജ് ചെയ്തിരിക്കുന്നത്. സാർ, ഇതെന്താ? ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. അല്ല കൃഷ്ണ, ഡെഡ് ബോഡിയെ വെക്കുന്ന പോലെയാണോ വെക്കണേ? ഇച്ചിരി മാറ്റിവേ. ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കൃഷ്ണ, തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. സ്വന്തമായി കൈയും കാലും പോലും അനക്കാൻ വയ്യാത്ത ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നാ സാറി പറയണേ? ഡോക്ടറെ, ഇന്റൻസീവ് കെയറിൽ നേരെ കതിർ മണ്ഡപത്തിൽ പോയി താലി കെട്ടിയ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒന്നാണ് ഇതെന്ന് കരുതിയാ മതി. പിന്നെ ജയറാമിന്റെ അച്ഛനോടും അമ്മോടും പറയണ കാര്യം അത് ഞാൻ ഏറ്റു. അത് നമുക്ക് സാറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വന്ന് ഡോക്ടറെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല. ജയരാമ മോനെ, നിനക്ക് എന്തെങ്കിലും ഒന്നും മിണ്ടാമോടാ? ഈ അവസ്ഥയിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ വേദനിപ്പിക്കാതെ പതുക്കെ ഇങ്ങനെയൊന്ന് ആട്ടിക്ക്. കണ്ടോ, തലയാട്ടി. അതെ, വേണ്ട തലയാട്ടിയത്. അതെ, ജയരാമൻ സാറിനും കാണത്തില്ലേ ആഗ്രഹം സൂട്ടും കോട്ടും ഇട്ട് കതിർമണ്ഡപത്തിൽ കയറി ഇരിക്കണമെന്ന്? കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയല്ലേ ഉണ്ടാവൂ. വന്നേ, എന്റെ മുറിയിൽ പോയി വിശ്രമിക്കാം. നിർത്തിക്കേ. എന്നാ മോനെ, ദേ വീണ്ടും ആട്ടി. കണ്ടോ, അവന് സമ്മതമാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഒക്ടോബർ 2-ാം തീയതി ജയരാമൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. മോളെ, എന്റെ ക്ഷമ കെട്ടു. എന്താണേലും മോൾ അച്ഛനോട് പറ. ഇനി ജയരാമനെ കല്യാണം കഴിക്കാൻ മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറ. അതിന് അയാള് ജയരാമനല്ലല്ലോ. ഞാൻ അങ്ങയുടെ മോളുമല്ല. ഇനി ഈ സത്യം മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല.